ഒരു പ്രഭാതം കൂടെ ദാനമായി തന്ന ദൈവത്തിൻ്റെ മഹാവിശ്വസ്തതയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് വളരെ സുപരിചിതമായ ഒരു വചനം നമ്മുടെ ചിന്തയ്ക്കായി വായിക്കാം. 116 സങ്കീർത്തനം അതിൻ്റെ 12-13 വാക്യം. അതിങ്ങനെ വായിക്കുന്നു: യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രമെടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതത്തിൽ പലരിൽ നിന്നും നമുക്ക് സഹായം ലഭിച്ചിട്ടുണ്ടായിരിക്കാം. പലരും നമ്മളെ പല വിഷയങ്ങളിലും നമ്മെ സഹായിച്ചിട്ടുണ്ടാകാം. പല ഉപകാരങ്ങളും നമുക്ക് ചെയ്തിട്ടുണ്ടാകാം. നല്ല വാക്കുകൾ പലരും നമുക്ക് തന്നിട്ടുണ്ടാകാം. അവരിൽ നിന്നൊക്കെ നമുക്കൊരു സഹായവും ഉപകാരങ്ങളും നല്ല വാക്കുകളുമൊക്കെ ഓരോരോ സാഹചര്യങ്ങളിൽ ലഭിക്കുമ്പോൾ നമ്മുടെ മനസ്സിലും ഒരു ചിന്ത, ഒരു നല്ല വാക്ക് അങ്ങനെയുള്ളവരോട് പറയണം, ഇല്ലെങ്കിൽ അവർക്കും തിരിച്ചെന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യണം. ഏതെങ്കിലും ഒരു സാഹചര്യങ്ങളിൽ അവരെ നമുക്ക് തിരിച്ച് സഹായിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യണം എന്നൊക്കെ നമ്മുടെ മനസ്സിൽ നല്ല ചിന്തയുണ്ടാകും. എന്നാൽ നമ്മൾ പകരം കൊടുക്കുന്നതും പകരം ചെയ്യുന്നതുമൊക്കെ ആ വ്യക്തിയുടെ സ്ഥാനവും മാനവും ഓരോരോ അവരിയ്ക്കുന്നതായ അല്ലെങ്കിൽ അവർ കൈയാളുന്നതായ അധികാര സ്ഥിതി ഒക്കെ ചിന്തിച്ചും കൊണ്ടായിരിക്കാം നമ്മൾ ചെയ്യുന്നത്. സാധാരണക്കാരോട് സംസാരിക്കുന്നത് പോലെ ഒരു വലിയ മനുഷ്യരോട്, ഭരണാധികാരികളോട് സംസാരിക്കാൻ സൗകര്യം കിട്ടുകയില്ല. എന്നാൽ ഒരു വസ്തുത കൊണ്ട് നമുക്കവരെ ഒരു നന്ദി വാക്ക് പറയാൻ കഴിയില്ല എങ്കിൽ നമ്മൾ ഒരു നല്ല വാക്ക്, ഒരു വാക്കുകൊണ്ട് നമ്മൾ അവർക്കൊരു നന്ദി രേഖപ്പെടുത്തും. ഇങ്ങനെ പല രീതിയിൽ നമ്മളെ സഹായിച്ചവരെയും നമുക്ക് ഉപകാരം ചെയ്തവരെയും ഒക്കെ നമ്മൾ അതിന് പ്രത്യുപകാരം ചെയ്യുവാൻ നമ്മുടെ ഹൃദയത്തിൽ ഒരാഗ്രഹമുണ്ടാകും. അത് മാനുഷികമായ നിയമമാണ്. ഇവിടെ ദാവീദിൻ്റെ ജീവിതത്തിൽ കഥ അല്പം വ്യത്യസ്തമാണ്. തൻ്റെ ജീവിതത്തിൽ താൻ ദൈവസന്നിധിയിൽ ചെന്ന് തന്നെ പരിശോധിച്ചപ്പോൾ ദൈവത്തിൽ നിന്ന് നന്മയല്ലാതെ തിന്മയൊന്നും തനിക്ക് ലഭിച്ചിട്ടില്ല. തൻ്റെ ജീവിതത്തിൽ ഓർമ്മയായ കാലം മുതൽ ഉയർച്ചയിലേക്കല്ലാതെ ദൈവം അവനെ താഴ്ചയിലേക്ക് വിട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ദൈവത്തിന്, ജീവൻ്റെ ഭീഷണി ഉണ്ടായിരുന്ന സമയത്ത് തന്നെ സഹായിച്ചവന്, ആരുമില്ലാതിരുന്ന സ്ഥാനത്ത് അവനോട് കൂടെ നടന്നവന്, അവനെ പരിപാലിച്ചവൻ, ഗുഹകളിലും കുറ്റിക്കാടുകളിലും വനാന്തരങ്ങളിലും മരുഭൂമിയിലും അലഞ്ഞു തിരിഞ്ഞ് ആഹാരമില്ലാതെ, വസ്ത്രമില്ലാതെ, സഹായമില്ലാതെ, പ്രാണന് പലപ്പോഴും ഭീഷണിയായിരിക്കുന്ന ആ സമയത്ത്, സ്വന്തക്കാരും സ്വന്തം മകൻ പോലും തന്നെ ഉപേക്ഷിച്ച സമയത്ത് അവനോട് ഒപ്പം നിന്ന ദൈവത്തിന് ഒരു ഉപകാരം ചെയ്യണമെന്ന് ദാവീദിന് ഒരു ചിന്തയുണ്ടായി. എന്തുപകാരം ചെയ്യും? ആ ദൈവത്തിന് ഉപകാരം ചെയ്യണമെന്നുള്ളൊരു ചിന്ത വന്നപ്പോൾ താൻ ഈ ഭൂമിയിലെ സകല വിശേഷ വസ്തുക്കളിലും ഒരുപക്ഷെങ്കിൽ താൻ കണ്ണോടിച്ച് കാണും. തൻ്റെ ബുദ്ധിയിൽ കൂടെയും തൻ്റെ അറിവിൽ കൂടെയും ഒക്കെ ദൈവത്തിന് ഇന്നത് ചെയ്താലോ അത് ചെയ്താലോ എന്നൊക്കെ ചിന്തിച്ച് കാണും. എന്നാൽ അതുകൊണ്ടൊന്നും ദൈവത്തിന് കൊടുക്കുന്ന ആ പ്രത്യുപകാരം അതൊരു പകരമാവില്ല എന്ന് ദാവീദിന് മനസ്സിലായപ്പോൾ താൻ ദൈവസന്നിധിയിൽ ഏറ്റു പറയുകയാണ്: ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്തുകൊണ്ട് എൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തെ എന്നും ഞാൻ വിളിച്ച് അപേക്ഷിക്കും. ദൈവത്തിന് സ്തോത്രം. എന്താണ് ഈ രക്ഷയുടെ പാനപാത്രം? പാനപാത്രം എന്നതിന് ഒരു സിംബോളിക് അല്ലെങ്കിൽ ഒരു സൂചകമുണ്ട്. യഹൂദന്മാരുടെ ജീവിതത്തിൻ്റെ ചരിത്രം നോക്കുമ്പോൾ അവർ ഏതെങ്കിലും ദുഃഖകരമായ, സങ്കടകരമായ, ആപത്ത് വരാവുന്നതായ സാഹചര്യങ്ങളിലൊക്കെ അവർ കടക്കുമ്പോൾ പാനപാത്രം എടുത്ത് ദൈവസന്നിധിയിൽ ചില നിയമങ്ങൾ ചെയ്യും. കർത്താവേ, എന്നെ ഇന്ന രീതിയിൽ ഇന്നിടത്ത് എന്നെ പരിപാലിക്കുമെങ്കിൽ, എനിക്ക് ഇന്ന കാര്യങ്ങൾ എനിക്ക് സഹായമായി നൽകുമെങ്കിൽ, ഞാൻ ഈ പാനപാത്രത്തിൻ്റെ അടയാളകമായ കഷ്ടതയുടെ ഏത് തീച്ചൂളയിൽ കൂടെ നടന്നു വന്നാലും ശരി,
ഞാൻ നിന്റെ നാമത്തിനു വേണ്ടി എന്നും നിലനിൽക്കും. ഇത് എല്ലാ യഹൂദന്മാരും ഒരു സത്യം ചെയ്തിട്ടാണ് അവർ യുദ്ധത്തിന് പോലും പുറപ്പെടുന്നത്. എത്ര വലിയ ഘോരമായ കഷ്ടതകൾ വന്നിരുന്നാലും ശരി, ഈ രക്ഷയുടെ പാനപാത്രം, നീ എനിക്ക് തരുന്നതായ ഈ രക്ഷയുടെ പാനപാത്രം എടുത്തുകൊണ്ട് ഞാൻ നിന്റെ നാമത്തിനു വേണ്ടി തന്നെ നിലനിൽക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മളെ ഓരോരുത്തരെയും ദൈവം രക്ഷിച്ചത് വിവിധമായ സാഹചര്യങ്ങളിലാണ്. നോക്കൂ, കർത്താവ് തന്നെ കാണിച്ചു കൊടുക്കുന്ന രാത്രിയിൽ അവൻ പാനപാത്രം എടുത്ത് ഉയർത്തി എന്ന് പറഞ്ഞതുപോലെ തന്നെ ഓരോ കഷ്ടതയുടെ രാത്രിയിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ മനുഷ്യൻ ഉയർത്തുന്നതായ ഒരു സൂചകമാണ്. അങ്ങനെ ദൈവത്തോട് ചെയ്യുന്ന ഒരു ഉടമ്പടിയാണ്. എത്ര വലിയ പരിശോധനയിൽ കൂടെ ഞാൻ നടക്കേണ്ടി വന്നാലും ഞാൻ നിന്റെ നാമത്തെ വിട്ടുമാറുകയില്ല, നിന്റെ നാമത്തിൽ തന്നെ ആശ്രയിക്കും. ഇന്ന് പൽക്കാലം നമുക്ക് രക്ഷയുടെ പാതയിലേക്കൊന്ന് കടന്നു വരാം. അക്ഷരികമായി ഇസ്രായേലുമായി നാം ബന്ധമില്ലാത്തവരാണ്. ഇസ്രായേൽ പൗരതയോടും ഇസ്രായേൽ ജനത്തോടും നമുക്ക് അക്ഷരികമായി യാതൊരു ബന്ധവുമില്ല. എന്നാൽ ജാതികളായ നമ്മളെ ക്രിസ്തുയേശുവിൽ അവൻ്റെ സ്വന്തം ജനമായി ദൈവം നമ്മെ തീർത്തു. അവൻ സ്വന്തക്കാരിലേക്ക് വന്നു, സ്വന്തമായവരവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്ന ആ അധികാരപത്രത്തിന്മേൽ നാം ദൈവത്തിൻ്റെ സന്തതികളായി ആത്മീക ഇസ്രായേലായി നമുക്ക് രൂപം പ്രാപിക്കുവാൻ ദൈവം നമുക്ക് അധികാരം തന്നു, അവകാശം തന്നു. പരിശുദ്ധാത്മാവ് നമുക്ക് ഒരു അംഗീകാരം തന്നു. പ്രൈസ് ദി ലോർഡ്. ഈ അംഗീകാരത്തിന്മേൽ നാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. ഈ ദൈവത്തിൻ്റെ പുത്രന്മാരായിരിക്കെ നമുക്ക് ദൈവത്തോടൊരു കടപ്പാടുണ്ട്. ഏത് വലിയ കഷ്ടതയുടെ മാർഗങ്ങൾ നമ്മുടെ മുൻപിൽ കടന്നു വരുന്നത് ശ്രദ്ധിക്കപ്പെട്ടാലും നമുക്കെടുക്കുവാൻ ഉള്ളത്, ദൈവത്തോട് പറയുവാനുള്ളത് രക്ഷയുടെ പാനപാത്രം. പ്രൈസ് ദി ലോർഡ്. എന്നെ നിന്റെ മകനാക്കി മാറ്റിയ പാനപാത്രം, എന്നെ നിന്റെ സന്തതിയാക്കി മാറ്റിയ പാനപാത്രം, എന്നെ നിന്റെ ജനമാക്കി മാറ്റിയ പാനപാത്രം, അതെടുത്തുകൊണ്ട് ദൈവത്തോട് പറയുകയാണ്, കർത്താവേ, എത്ര വലിയ കഷ്ടത വന്നാലും എത്ര വലിയ പരിശോധനകൾ വന്നാലും ഞാൻ നിന്റെ നാമത്തെ വിട്ടു മാറുകയില്ല. നോക്കൂ, ഇത് പറയുമ്പോൾ, നമ്മളിത് ധ്യാനിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം. വലിയ ഒരു കഷ്ടതയുടെ നാളുകളിലേക്ക്, പരിശോധനയുടെ നാളുകളിലേക്ക് ലോക സംഭവങ്ങൾ നമ്മെ വളരെ വ്യക്തമായി നമ്മെ തള്ളി ഉന്തിക്കൊണ്ട് നടക്കുകയാണ്. ഒരു വലിയ കഷ്ടതയുടെ പാതയിലേക്ക് ജനങ്ങൾ കടന്നു വരുവാൻ പോവുകയാണ്. ലോകം കണ്ടിട്ടില്ലാത്ത കഷ്ടത, ലോകം ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത യാതനകൾ ഒരുപക്ഷെങ്കിൽ നാളെ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാകാം, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാകാം, നമ്മുടെ ബന്ധുക്കൾക്ക് വേണ്ടി, നമ്മുടെ കൂട്ട സഹോദരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാകാം. ആ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ എന്നുമെന്നും ഓർക്കുവാൻ നമുക്കുള്ളത്, നമ്മെ പരിപാലിക്കുന്ന ദൈവം, നമ്മെ സൂക്ഷിക്കുന്ന ദൈവത്തിന് നമുക്ക് കൊടുക്കുവാൻ ഒരു മറുപടി, അവൻ്റെ സന്നിധിയിൽ അവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ച് അവനോട് പറയുവാൻ നമുക്കുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ, രക്ഷയുടെ പാനപാത്രം. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൻ്റെ അന്ധകാര ശക്തികളിൽ നിന്ന് നമ്മെ വിടുവിച്ച് ദൈവസ്നേഹത്തിലേക്ക് കൊണ്ടുവന്ന അവൻ്റെ മാറ്റമില്ലാത്ത രക്ഷ, അവൻ്റെ വാഗ്ദത്തങ്ങൾ, എല്ലാ കാലവും ഞാൻ നിന്നോടുകൂടെ ഇരിക്കും, ഞാൻ നിന്നെ സൗഖ്യമാക്കും, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നോടുകൂടെ വരും, നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ, തീയിൽ കൂടെ കടക്കുമ്പോൾ, എല്ലാ കഷ്ടതയുടെ മധ്യത്തിലും ഞാൻ നിന്നോടുകൂടെ ഇരിക്കും എന്ന് പറഞ്ഞതായ ആ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വാഗ്ദത്തം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, നമുക്കതിനെ ഒന്ന് ദർശിക്കാൻ കഴിയുമ്പോൾ, നമുക്കതിനെ ഒന്ന് സ്നേഹിക്കാൻ കഴിയുമ്പോൾ, നമുക്കതിനെ ഏറ്റുപറയാൻ കഴിയുമ്പോൾ, ഇങ്ങേപ്പുറത്ത് നമുക്കൊരു കടപ്പാടുണ്ട്. എന്ത് പ്രത്യുപകാരം നമ്മൾ ദൈവത്തിന് വേണ്ടി കൊടുക്കും? നമ്മോട് കൂടെ സഞ്ചരിച്ച് നമ്മുടെ കൈക്ക് പിടിച്ച് നമ്മെ താങ്ങുന്നതായ ആ ദൈവത്തിന് നാം എന്ത് പകരം കൊടുക്കും? ദൈവം ചോദിക്കുകയാണ്, നമ്മുടെ മനസ്സാക്ഷി നമ്മോട് ചോദിക്കുകയാണ്, നമ്മെ സഹായിക്കുന്നവന് നമ്മൾ എന്ത് പകരം കൊടുക്കും? അതിന് വ്യക്തമായ ഒരു മറുപടി, ഇതല്ലാതെ നമുക്ക് ദൈവത്തിന് കൊടുക്കുവാനൊന്നുമില്ല. എന്താണെന്നറിയാമോ? നിന്റെ രക്ഷയുടെ പാനപാത്രം. അതാണ് ദാവീദ് പറഞ്ഞത്, എൻ്റെ രക്ഷയുടെ പാനപാത്രം എടുത്തുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുക. അപ്പോൾ ഓരോരുത്തർക്കും രക്ഷയുടെ പാനപാത്രം അവർക്ക് പേഴ്സണലൈസ് ചെയ്തിരിക്കുന്നു.
വ്യക്തിപരമായ രക്ഷയുടെ പാനപാത്രമുണ്ട്. നിങ്ങൾ എടുക്കുന്ന പാനപാത്രമല്ല എനിക്കുള്ളത്. കഷ്ടതയുടെ പാനപാത്രം ദൈവം ആ കപ്പിനകത്ത് പാനപാത്രത്തിൽ പലപ്പോഴും പല രീതിയിലുള്ള കഷ്ടത നമുക്ക് തരുന്നുണ്ട്. അതിനെ മട്ടോടെ ഊറ്റി കുടിക്കുകയും അവൻ അത് തന്നവനെ ഒരു നാളും തിരസ്കരിക്കാതെ അവൻ്റെ നാമത്തെ ഞാൻ എന്നും ഏറ്റുപറയുന്നവനായിരിക്കും എന്ന് അവനോട് വ്യക്തിപരമായി പറയുന്ന ഒരു വ്യക്തിഗത ഭാഷയാണ് പാനപാത്രം, രക്ഷയുടെ പാനപാത്രം. അതിനൊരു കോമൺ ലാംഗ്വേജ് ഇല്ല. എൻ്റെ പാനപാത്രത്തിൻ്റെ ശബ്ദം എനിക്ക് മാത്രമേ അറിയൂ, എനിക്ക് മാത്രമേ അത് പുറപ്പെടുവിക്കാൻ കഴിയുള്ളൂ. എൻ്റെ പാനപാത്രം എടുത്തുകൊണ്ട് ഞാൻ എന്താണ് പറയുന്നതെന്ന് ദൈവം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും, ദൈവം കേട്ടുകൊണ്ടിരിക്കും. എൻ്റെ മാത്രമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും പാനപാത്രത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരു സന്ദേശം സർവശക്തൻ കേട്ടുകൊണ്ടിരിക്കും. കാരണം നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ നിലവിളിക്ക് അവൻ മറുപടി തരുന്നവനാണ്. വ്യക്തിപരമായി നമ്മോട് സംസാരിക്കുന്നു, വ്യക്തിപരമായി നമ്മോട് ഇടപെടുന്നു, നമ്മെ സഹായിക്കുന്നു. കഷ്ടതയിലാകുമ്പോൾ ഇനിയും സഹായിക്കാം എന്ന് ദൈവം നമ്മോട് വാഗ്ദത്തം ചെയ്യുമ്പോൾ നമുക്ക് ദൈവത്തോട് സംസാരിക്കുവാൻ ഒരു വ്യക്തിപരമായ ഒരു ഭാഷയുണ്ട്, ഒരു വ്യക്തിഗതമായ ലാംഗ്വേജ് ഉണ്ട്, ഒരു വ്യക്തിഗതമായ ഈണമുണ്ട്, അതിനൊരു താളമുണ്ട്. അത് ദൈവം തിരിച്ചറിയുന്നു. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ പ്രഭാതത്തിൽ ദൈവത്തോട് പറയുവാൻ നമുക്ക് വലിയൊരു പ്രത്യുപകാരം എന്താണെന്ന് അറിയാമോ? എൻ്റെ രക്ഷയുടെ പാനപാത്രം അത് മറ്റുള്ളവരുടെ പാനപാത്രത്തിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നു. ആ പാനപാത്രം എടുത്തുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൽ എന്നും ആശ്രയിക്കും. കഷ്ടത വന്നാലും, ദുഷ്ക്രിയകൾ വന്നിരുന്നാലും, എത്ര വലിയ തിരസ്കരണം എൻ്റെ ജീവിതത്തിൽ വന്നിരുന്നാലും ശരി, ഏതെല്ലാം രീതിയിലുള്ള യാതനകൾ ഞാൻ അനുഭവിക്കേണ്ടി വന്നിരുന്നാലും ശരി, ഈ പാനപാത്രം എൻ്റെ കയ്യിൽ നിന്ന് പോവുകയില്ല. ആ പാനപാത്രം എനിക്ക് എന്നെയും ദൈവത്തെയും തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു ബന്ധമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ ദൈവത്തെയും നമ്മെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ പാനപാത്രത്തിൻ്റെ ആഴത്തെ തിരിച്ചറിയുവാൻ, അതിൻ്റെ വിലയെ തിരിച്ചറിയുവാൻ, അതിൻ്റെ ഭാഷയെ തിരിച്ചറിയുവാൻ, അതിൻ്റെ വാക്കുകളെ തിരിച്ചറിയുവാൻ ദൈവം നമ്മുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുമാറാകട്ടെ, നമ്മുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കുമാറാകട്ടെ. നമുക്ക് മാത്രമല്ല, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ തലമുറകൾക്ക്, അവരൊക്കെ ആയിരിക്കുന്ന സ്ഥാനത്ത് കഷ്ടതയുടെ സമയങ്ങളിൽ, പ്രയാസങ്ങളുടെ സമയങ്ങളിൽ, യാതനകളുടെ സമയങ്ങളിൽ, യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും അവിടെ ആയി നടമാടുമ്പോൾ നിന്നെയും നിന്റെ കുടുംബത്തെയും പരിപാലിക്കാമെന്ന്, നിന്റെ കുഞ്ഞുങ്ങളെ പരിപാലിക്കാമെന്ന്, നിനക്കുള്ളവരെ പരിപാലിക്കാമെന്ന് ദൈവത്തിൻ്റെ വാഗ്ദത്തമുണ്ട്. ആ വാഗ്ദത്തത്തിന് മറുപടിയായി നമുക്ക് ദൈവത്തിന് കൊടുക്കാനുള്ള ഒരേ ഒരു കാര്യം, നമ്മുടെ രക്ഷയുടെ പാനപാത്രം നമ്മെ എങ്ങനെ രക്ഷിച്ചു നടത്തിയെന്ന് നമുക്ക് മാത്രം അറിയാം. ആ പാനപാത്രത്തിലെ അനുഭവം ദൈവവുമായിട്ട് പങ്കിടുന്നത് നാമും ദൈവവുമായി മാത്രമുള്ളതായ ഒരു ബന്ധമാണ്. ആ ബന്ധത്തെ പരിപാലിക്കുവാൻ, സൂക്ഷിക്കുവാൻ, എന്നെന്നും ആ ദൈവത്തോട് സംസാരിക്കുന്ന ഒരു അനുഭവത്തിൽ ജീവിക്കുവാൻ തക്കവണ്ണം ഈ പ്രഭാതം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.